നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സമീപകാലത്ത് മറ്റ് പല ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളോട് ഉദാരമായ നയം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും തങ്ങളുടെ നയങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കുവൈത്ത്. രാജ്യത്തെ സാധാരണക്കാരായ പ്രവാസികളാണ് നടപടികൾ കടുപ്പിക്കുന്നത് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകളും കടുപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്ത് തൊഴിൽ താമസ നിയമലംഘകരെ കണ്ടെത്താൻ ലക്ഷ്യമിട്ട് പരിശോധനകൾ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഖെയ്താനിൽ നടത്തിയ വ്യാപക റെയ്ഡിൽ ലൈസൻസ് ഇല്ലാതെ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തിയ 56 പ്രവാസികളെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. തൊഴിൽ നിയമലംഘകരും രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് കഴിഞ്ഞു വന്നവരുമായ വിവിധ രാജ്യക്കാരാണ് ഇക്കൂട്ടത്തിലുള്ളത്. എല്ലാവരെയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിരിക്കുകയാണ്. അതേസമയം നാടുകടത്തപ്പെട്ട പ്രവാസി വീണ്ടും കുവൈത്തിൽ അനധികൃതമായി കടക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇയാളെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചു തന്നെ പിടികൂടി. രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ വിലക്കുള്ളയാളെ ബയോമെട്രിക് ഉപകരണങ്ങൾ വഴിയാണ് തിരിച്ചറിഞ്ഞത്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതിന് വർഷങ്ങൾക്ക് മുൻപ് കുവൈത്തിൽ നിന്ന് നാടുകടത്തിയ ആളെയാണ് പിടികൂടിയത്. രാജ്യത്തേക്ക് പ്രവേശന വിലക്കുള്ളതിനാൽ പേരിൽ മാറ്റം വരുത്തി കുവൈത്തിലേക്ക് കടക്കാൻ ഇയാൾ ശ്രമിക്കുകയായിരുന്നു. പിടികൂടിയ പ്രവാസിയെ മാതൃരാജ്യത്തേക്ക് തിരികെ അയച്ചതായി പ്രാദേശിക മാധ്യമമായ അൽ റായ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 1.15 മില്യണിലധികം പ്രവാസികളുടെ വിസയാണ് കുവൈത്ത് റദ്ദാക്കിയിട്ടുള്ളത്. 2022 ജനുവരിക്കും 2023 ഏപ്രിലിനുമിടയിൽ മാത്രം 67,000 പ്രവാസികൾ രാജ്യം വിട്ടു. കഴിഞ്ഞ 3 മാസങ്ങളിൽ 11,000 പേരെ നാടുകടത്തുകയും കഴിഞ്ഞ വർഷം 56,000-ലധികം പ്രവാസി വിസകൾ റദ്ദാക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. 60 കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ 800 ദിനാർ ഫീസ് ഈടാക്കുന്നതും പ്രവാസികൾക്കുള്ള സൗജന്യ ചികിത്സയും മരുന്നുകളും നിർത്തലാക്കിയതും എല്ലാ മേഖലകളിലും സ്വദേശിവത്കരണം നടപ്പിലാക്കുകയും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ പൊടുന്നനെ പിരിച്ചുവിടുകയും ചെയ്തതും ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കെതിരായ പ്രവർത്തനങ്ങളാണ് കുവൈറ്റ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രവാസി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച കുവൈറ്റ് ട്രാഫിക് വിഭാഗത്തിന്റെ തീരുമാനവും ഇതിൽ ഉൾപ്പെടുന്നു. ഈ തീരുമാനം 2023 ഏപ്രിൽ 26 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.